ഹലോ ഓൾ, ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ്. നുറുക്ക് ഗോതമ്പിൻ്റെ പുലാവ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് നുറുക്ക് ഗോതമ്പ്, 1/2 കപ്പ് ഉള്ളി കൊത്തിയരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 5 പച്ചമുളക് നടുക്കൂടെ കീറിയത്, 1/3 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കപ്പ് മിക്സ്ഡ് വെജിറ്റബിൾസ്, ഒരു ടീസ്പൂൺ കടുക്, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ എണ്ണ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ആ നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കണം. അതൊന്ന് ആദ്യം വറുത്തെടുക്കണം. വറുത്തിട്ടാണ് ഇതുണ്ടാക്കാൻ തുടങ്ങുന്നത്. ഒരു എന്താ പറയുന്നത്, അതിൻ്റെ കളറൊക്കെ മാറി ഒരുമാതിരി ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേന് തീ ഓഫ് ചെയ്യണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഇത് വറുത്തേക്കുന്നത്. ഇത് ഞാൻ വറുത്തത് കഴുകിയതാണ്. വറുത്ത് കഴിഞ്ഞ് അത് തണുത്തിട്ട് കഴുകണം. കഴുകി വെച്ചേക്കുന്നതാണിത്. ഇതിനെ നമുക്ക് കുക്കറിനകത്തിട്ടിട്ട് 1 കപ്പാണല്ലോ ഗോതമ്പ് എടുത്തേക്കുന്നത്, 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 1/4 ടീസ്പൂണ് ഉപ്പും ഇട്ടിട്ട് നമുക്ക് 2 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യാം. ഇത് 2 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തതാണ്. നന്നായിട്ട് അത് വെന്തിട്ടുകൊണ്ട് വെള്ളമെല്ലാം വറ്റി. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കാം. അതിലേക്ക് നമുക്ക് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് മിക്സ്ഡ് വെജിറ്റബിൾസും മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഞാൻ ഫ്രോസൺ വെജിറ്റബിൾസാണ് യൂസ് ചെയ്തേക്കുന്നത്. അതില്ലാന്ന് വെച്ചാൽ ഫ്രഷ് ഗ്രീൻ ബീൻസും ക്യാരറ്റും ഒക്കെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞാലും മതി കേട്ടോ. അതിലേക്ക് നമുക്ക് ആ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന നുറുക്ക് ഗോതമ്പില്ലേ, അതോടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് നമുക്കൊരു 10 മിനിറ്റ് വേവിക്കണം. അത് ലോയ്ക്കും മീഡിയത്തിനും ഇടയിലുള്ള ഫ്ലെയിമിൽ വേണം വെച്ച് കുക്ക് ചെയ്യാനായിട്ട്. ഒരുപാട് തീ വെച്ചാൽ നമ്മൾ വെള്ളം അധികം ഒഴിക്കുന്നില്ലല്ലോ, അടി പറ്റിപ്പോവും. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കാനും മറക്കരുത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നോട്ടിഫിക്കേഷൻസ് കൂടെ ഒന്ന് ടേൺ ഓൺ ചെയ്തേക്കണേ. അപ്പോൾ ഇനിയുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ വരുന്നത് നിങ്ങൾ മിസ് ചെയ്യൂല. ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. എല്ലാം നല്ലപോലെ പച്ചക്കറി എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്.